അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും അങ്ങനെ പോകണം. 8:10 ഇന്നലെ ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോസിന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ആൾ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കേണ്ടവരാണ്, വീട്ടിലിരുന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് 2 ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വീട്ടിലിരിക്കേണ്ടവരായതുകൊണ്ടാണ് ഇതിൻ്റെ മുമ്പ് വരെ ആത്മഹത്യകൾ ഒരുപാട് കൂടിയിരുന്നത്. അതേമാതിരി ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരുമക്കൾ മരിച്ചിരുന്നത്. മക്കൾ മരിക്കൂല, മരുമക്കളെ മരിച്ചിരുന്നുള്ളൂ. ആത്മഹത്യകൾ അത് ഇന്നും ഉണ്ട്, ഇല്ലായില്ല. എന്നാൽ കുറേയൊക്കെ പുറത്തിറങ്ങി ലോകം കണ്ടതുകൊണ്ടും ദുനിയാവ് മനസ്സിലാക്കിയത് കൊണ്ടും എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കുറേയെങ്കിലും പെൺകുട്ടികൾ രക്ഷപ്പെടുന്നത്. പിന്നെ അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ, അതിനുള്ള ആൾക്കാരുള്ളവരാണെങ്കിൽ നടക്കും, പുറത്തിറങ്ങണ്ട. കാരണം ബംഗ്ലാവിൻ്റെ മുമ്പിലേക്ക് കാറ് വരിക, ബുർക്കയും ഫർദയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുക, എന്നിട്ട് പോവുക, കാറിലിരുത്തിക്കൊണ്ട് തന്നെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി കാറിലേക്ക് കൊടുക്കുക, ആ കാറിൽ തിരിച്ചങ്ങനെ കൊടുന്ന് വീട്ടിലിരുത്തുക. പക്ഷെ എന്നാലും വീട്ടിലിരിക്കേണ്ടവർ എന്ന് പറയുന്നതിന് അർത്ഥത്തിൽ വരുന്നില്ല. കാരണം ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ മുഖം പുറത്ത് കാണിക്കരുതെന്നാണ് പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്കൂളിൽ പോകണമെങ്കിൽ ഫോട്ടോ എടുക്കണം. ഇത് പണ്ടൊരു പ്രാവശ്യം ഞാൻ ഒരു കുട്ടിയോട് പറഞ്ഞതാണ്. അപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ ഫോട്ടോ എടുക്കണം, കാരണം അവിടെ കൊടുക്കണം. ക്യാമറ ഇല്ല. ഇപ്പോഴാണ് ടച്ച് ഫോണൊക്കെ വന്നത്. അന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് വേണം ഫോട്ടോ എടുക്കാം. അപ്പോഴും പെൺകുട്ടികളുടെ ഉമ്മമാർ മുഖം പുറത്ത് കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത്, നമ്മൾ എവിടെ ഇറങ്ങുകയാണെങ്കിലും എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും 10 ആൾ കൂടുന്നിടത്താണെങ്കിലും ഒരു ബസ്സിലാണെങ്കിലും ഒരു ടൗണിലാണെങ്കിലും ഇനി മനുഷ്യന്മാരോട് പ്രവർത്തിക്കുന്നതാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും നമ്മൾ ആരോട് എങ്ങനെ വർത്തമാനം പറയണം, ആരടുത്ത് എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, എങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയ അല്ലേ, അതിൽ വന്നിട്ട് എന്തും കാട്ടിക്കൂട്ട എന്ന് ചെയ്യുന്നവരും ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ ഈ പറഞ്ഞ മാതിരി അതിന് വേണ്ടി നിങ്ങൾ കമൻ്റ് ഇടരുത്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നന്മയല്ലാതെ തിന്മയായിട്ടൊരു വാക്ക് പോലും ഞാൻ പറയുന്നില്ല. എത്ര തന്നെ പറഞ്ഞാലും നന്മയുടെ വാക്കല്ലാതെ തിന്മയുടെ വാക്ക് എൻ്റെ ഭാഗത്തു നിന്ന് വരില്ല. ബാഡ് കമൻ്റ് ഇട്ടാൽ പോലും ഞാൻ അവരോട് പറയണത്, നിങ്ങളിടുന്ന കമൻറ്റ് മാഞ്ഞു പോകും, ഞാൻ പറയുന്ന വാക്ക് അവിടെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയൂല, മറ്റുള്ളവർ പറയട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാം നിങ്ങൾ ആലോചിച്ചിട്ട് വേണം കമൻ്റ് ഇടാൻ. ഇന്നത്തെ മക്കൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഈ പെൺകുട്ടികളുടെ ഉമ്മയുടെ ഉമ്മയൊക്കെ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളും ആ വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഈ മക്കൾ കണ്ടു വളരുന്ന കാരണമാണ്. ഞങ്ങൾ പഠിക്കട്ടെ, ഞങ്ങൾ ജോലി വാങ്ങട്ടെ, ഞങ്ങൾ സ്വന്തം നിലയിൽ 10 റുപ്യ ഞങ്ങളെ കയ്യിലുണ്ടാവട്ടെ എന്ന് ഈ പെൺകുട്ടികൾ കണക്കാക്കാൻ തന്നെ, അങ്ങനെ ഒരു തീരുമാനം ഈ മക്കൾ മൊത്തത്തിൽ എടുക്കാൻ തന്നെയുള്ള കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളാണ്. അല്ലാതെ ആർക്കും തന്നെ ഈ പറയുന്ന മാതിരി പുറത്ത് പോകണം, ജോലി ചെയ്യണം, ഇത് എനിക്ക് അഹങ്കാരം കൊണ്ട് ജോലിക്ക് പോകണ മനുഷ്യന്മാരൊന്നുമില്ല. എല്ലാം ജീവിക്കാൻ വേണ്ടിയാണ്. പെട്രോൾ പമ്പിൽ പെൺകുട്ടികൾ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരെ ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അവർക്ക് വീട്ടിലിരുന്നിട്ട് മുള്ളെടുത്തിട്ട് പോകണമെന്നല്ല. രാത്രി 8 മണിക്കോ 6 മണിക്കോ 7 മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ 1 മണി വരെ നേരം വെളുക്കുന്നവരെ പെട്രോൾ പമ്പിൽ പെൺകുട്ടികൾ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്ന അവറ്റങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. പുറത്തൊക്കെ ഇറങ്ങണ്ട, നിങ്ങൾ അവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞാൽ അവർക്ക് ആര് തിന്നാൻ കൊടുക്കും? അപ്പോൾ എല്ലാം ആലോചിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലാതെ കമൻറ്റ് ഒരു ബോക്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് തോന്നിയ മാതിരി നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവും. സാഹചര്യം ഇല്ലാതെ മനുഷ്യന്മാരങ്ങനെ ഇറങ്ങൂല, ഇറങ്ങാനുള്ള അവസരം ഉണ്ടാകില്ല. ഒരു പെണ്ണും ഒരു സ്ത്രീയും ഒരു ഉമ്മയും ഒരു മക്കളും അതുമാതിരി പബ്ലിക്കായിട്ട് വന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും കാരണങ്ങൾ അവരെ കയ്യിലുണ്ടായിട്ടായിരിക്കും. അങ്ങനെ അല്ലാതെ ഉണ്ടാവാം, അതെനിക്കറിയില്ല. കാരണം എനിക്കറിയാത്തത് ഞാൻ പറയണില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ
വീഡിയോസ് ആണെങ്കിലും എൻ്റെ യൂട്യൂബ് ആണെങ്കിലും എൻ്റെ ലൈവ് ആണെങ്കിലും ഞാൻ എൻ്റെ ഒരു കുടുംബമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അതുമാതിരി തന്നെ അതിൻ്റെ ഇടയിൽ വേർഡ് വന്നാലും ഇനി വേർഡ് വരും, എത്രയെല്ലാം നമ്മൾ സൂക്ഷിച്ചാലും വരും എന്നുള്ള കാര്യം. പക്ഷേ ഒന്ന് ദയവ് ചെയ്തിട്ടൊന്ന് ആലോചിക്കുക കമൻ്റ് ഇടുമ്പോൾ. നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ വീട്ടിൻ്റെ അകത്തിരിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അകത്തിരുന്ന് ജീവിതം കുട്ടിച്ചോറായ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ പിടിച്ച് വീട്ടിൻ്റെ അകത്തിരുന്നോളി എന്ന് പറഞ്ഞാൽ അടക്കി വെച്ച് ഖബറിലേക്ക് പറഞ്ഞേക്കണ്ട. അപ്പോൾ ഇങ്ങനെ മാന്യമായ രൂപത്തിൽ ഇറങ്ങിക്കോട്ടെ. അല്ലാത്ത രൂപത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. മാന്യമായ രൂപത്തിൽ 10 ആളെ മുമ്പിൽ ഇറങ്ങി നിന്നിട്ട് അതിൽ ഇറങ്ങുന്നതിൽ അവനവൻ്റെ ശരീരങ്ങളും മറ്റുള്ളതും കാണിക്കാതെ അനാവശ്യമായ വാക്ക് പറയാതെ ഇത് മാന്യമായി പറഞ്ഞിട്ട് മാന്യമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കുറ്റം പറയില്ല. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഞാൻ വീഡിയോസ് ഇട്ടിന് എനിക്ക് വന്ന കമൻറ്റിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൽ ഇനി ആർക്കെങ്കിലും വല്ല മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും കാണാം.